രണ്ടാമത്തെ ഒരു മെസ്സേജ് കൂടെ ഞാൻ സൈഡിൽ കാണിച്ചേക്കാം. ആള് 2025 ഓഗസ്റ്റിലെങ്ങാണ്ട് സബ്മിറ്റ് ചെയ്തതാണ്. ആൾക്കും ഇതുവരെയും റെസ്പോൺസ് ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വയറി വന്നായിരുന്നു. അത് ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറിയാണ്. അപ്പോൾ ക്വയറി വന്നതുകൊണ്ട് തന്നെ മിക്കവാറും ആളുടെ കുറച്ചുകൂടെ ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ക്വയറീസ് ഒന്നും വരാതെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നാലും 3 monthsനകത്ത് കിട്ടുന്നവരും ഉണ്ട്. അത് അവരുടെ ലക്കെന്ന് പറയാം. അവർ എന്താ പറയുക, ചുമ്മാ ഇങ്ങനെ പിക്ക് ചെയ്യുന്നതാണല്ലോ, അതൊന്നും നോക്കി പിക്ക് ചെയ്യുന്നതല്ല, ചുമ്മാ പിക്ക് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ചിലർക്ക് 1.5 മാസം കൊണ്ട് കിട്ടിയവർ വരെയുണ്ട്. ഞാനൊരു ഏജൻസിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവരുടെ ഒരു കാൻഡിഡേറ്റിന് 1.5 മാസം കൊണ്ട് കിട്ടി, എന്നാൽ 10 മാസമായിട്ടും കിട്ടാത്തവരും ഉണ്ട്. സോ അതാണ് ട്രൂത്ത്. ആ ട്രൂത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എക്സ്പെക്റ്റേഷനും വെക്കരുത്. ടൈം നന്നായി പിടിക്കുമെന്ന് തന്നെ വിചാരിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനിരിക്കുന്നവരും ഡിലേ ആക്കാതെ അപ്ലൈ ചെയ്യുക. കാരണം ഇത് ടൈം പിടിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ തംബ്നെയിലിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അയർലൻഡിലേക്ക് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറേ ഏജൻസീസ്, ഫ്രോഡ് ഏജൻസീസ് ഇറങ്ങിയിട്ടുണ്ട്. മെയിൻലി ദുബായ് ആണ് ഇതിൻ്റെ ആസ്ഥാന കേന്ദ്രം. അതല്ലാതെ കേരളത്തിലും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് കേരളത്തിലുള്ളതിൻ്റെ ഒന്നും പേരങ്ങനെ കിട്ടിയിട്ടില്ല. ദുബായിലുള്ളതിൻ്റെ കുറച്ച് പേര് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഫേക്ക് ഏജൻസീസിൻ്റെയൊക്കെ നെയിം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കുക. അവർക്ക് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുള്ളൂ. അല്ലാത്തവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാനിരുന്ന് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ച് തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കും. മിനിമം 2 days എടുക്കും. കാരണം ഞാൻ ജസ്റ്റ് 10 വെച്ചായിരിക്കും മെസ്സേജ് ചെക്ക് ചെയ്ത് അയക്കുന്നത്. ഇത്രയും പേർക്ക് ഒറ്റയടിക്ക് മെസ്സേജിന് റിപ്ലൈ തരാനായിട്ടുള്ള കഴിവൊന്നും എനിക്കില്ല. സോ കുറച്ച് ഒരു 2 days പിടിക്കും. ആ 2 daysനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല, നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എനിക്ക് ആ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, കുറച്ച് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചല്ല, ഒരാളെയാണ് ഞാൻ മെയിൻലി ഉദ്ദേശിച്ചിട്ടുള്ളത്. ആളുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തു. ആള് UK-ലെങ്ങാണ്ടുള്ള ആളാന്ന് തോന്നുന്നു. UK റിലേറ്റഡ് ആയിട്ടുള്ളത്, അയർലൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഓസ്ട്രേലിയ റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇന്ത്യയിലെ കാര്യങ്ങൾ, ന്യൂസിലൻഡിലെ കാര്യങ്ങൾ എല്ലാം പുള്ളി വീഡിയോ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് എല്ലാ രാജ്യത്തെക്കുറിച്ചും നല്ല അറിവുള്ളൊരു മനുഷ്യരാണ്. പക്ഷേ അയർലൻഡിലെ കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് ചെറുതായിട്ട് ഡൗട്ടുണ്ട്. കാരണം കുറച്ചൊക്കെ അപ്ഡേഷൻസ് എനിക്കും ഉണ്ട് അയർലൻഡിലെ ഈ കെയർ ഗീവർ അല്ലെങ്കിൽ നഴ്സിംഗ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ബാക്കി രാജ്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എനിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാറില്ല. സോ അതുകൊണ്ട് എനിക്കിതൊന്ന് മെൻഷൻ ചെയ്യണം തോന്നി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, വീണ്ടും പറയുകയാണ്. അയർലൻഡിൽ ധാരാളം കെയർ ഗീവേഴ്സ് വേക്കൻസി ഒന്നുമില്ല പുള്ളി പറയുന്ന പോലെ. അങ്ങനെ വേക്കൻസീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ പ്രൈവറ്റ് ഏജൻസീസ് ഹ്യൂജ് എമൗണ്ട് വാങ്ങിക്കത്തില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ നിന്ന് വാങ്ങിക്കുന്നത് 12-14 ലക്ഷമൊക്കെയാണ്. അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ. ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചായിരുന്നു. ആളോട് ചോദിച്ചത് 23 ലക്ഷമാണ്.